ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ്. 2024-25 സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം. മെയ് 1 തീയതിയാണല്ലേ രാശി മാറുന്നത്. മെയ് 1 രാശി എങ്ങോട്ടാണ്? മീനം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശി മാറ്റം എന്ന് പറയുന്ന പൊതുവെ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ. ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ധന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. ഓക്കെ, നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. അപ്പൊ എല്ലാവർക്കും നൽകുമോ നമുക്ക് വലിയ മനസ്സിലാക്കാം. അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും, നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും. അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് കേട്ടോ. മേടരാശി. മേടരാശിക്കാർക്ക് വ്യാഴം എന്ന് പറയുന്നത് 2-ലാണ് അല്ലെ. 2-ാം ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത്. 2-ലെ വ്യാഴം നമുക്ക് അനുകൂലമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക അല്ലെ. ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് എന്താണ്? 9, 12 ഭാവാധിപനാണ് അല്ലെ. ഇവിടെ പൊതുവെ നമുക്ക് സാമ്പത്തികമായ നേട്ടം, ധനനേട്ടം, തൊഴിൽ സംബന്ധമായ പുരോഗതികൾ ഒക്കെ ഉണ്ടായി. ഇത്ര നാളെ ജീവിതത്തിൽ ഒരു ചിലരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന മാറി നല്ലൊരു അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് വ്യാഴമിത്താണ് സമയം എന്ന് പറയാൻ. തൊഴിൽ സംബന്ധമായിട്ട് നല്ല രീതിയിലൊരു പുരോഗതി, പ്രൊമോഷൻസ്, സാലറി ഹൈക്ക് ഒക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് സപ്പോർട്ടിനായിട്ട് ആളുകൾ വരികയും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇത്ര നാൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇനി ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കും. നമുക്ക് ചേർന്ന ഒരു പങ്കാളിയെ നമുക്ക് ലഭിക്കാം. ജീവിത പങ്കാളിയാവാം, ബിസിനസ് സംബന്ധമാവാം. ഇങ്ങനെ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയും, വിവാഹ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്ര നാളായിട്ട് വിവാഹം നടന്നില്ല, വിവാഹം പലതും അന്വേഷിച്ചു, പക്ഷെ ഇതിനൊരു വിവാഹങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയങ്ങളായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ സന്താന ഭാഗ്യം പറയാവുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനും നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു രാശിമാറ്റത്താൽ നമുക്ക് അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുക. പൊതുവെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരികയും നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയിലേക്ക് എത്താനും കുടുംബത്തിലുള്ളവരുമായിട്ടൊരു ഐക്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഒന്ന് കുറയുകയും രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വന്ന ആ രോഗത്തിന് കൃത്യമായ മരുന്ന് ലഭിക്കുക അല്ലെങ്കിൽ കൃത്യമായ ഒരു ചികിത്സ ലഭിക്കുകയും ആ ഒരു കൃത്യമായ ചികിത്സാ രീതി മുഖേന നമുക്ക് എന്താണ് ആ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടങ്ങളൊക്കെ നമുക്ക് പയ്യെ കൊടുത്ത് തീർക്കാനൊക്കെ പറ്റിയ സമയമാണ്. കടങ്ങൾ പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിരിക്കും. അതിനുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്ക് ഇത്ര നാളെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയുള്ള കാര്യത്തെ അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്ന ഈ 1 രാശി മാറി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുകയും അതേപോലെ തന്നെ നമുക്ക് പറയാം മാനസികമായ ദുഃഖങ്ങൾ, മാനസികമായ വേദനകൾ, മാനസികമായ അസ്വസ്ഥതകൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് മാനസികമായ ഒരു സന്തോഷത്തിലേക്ക് നമുക്കൊന്ന് എത്തുകയും നമ്മുടെ ആ ഉള്ളിൽ ആ വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞ്, വേദന എന്ന് പറയുമ്പോൾ ദുഃഖങ്ങൾ, വിഷമങ്ങളൊക്കെ നിറഞ്ഞ പൊട്ടിക്കൊണ്ടിരുന്ന അതൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും നമ്മളെക്കുറിച്ച് ദുഷ്കീർത്തി പറഞ്ഞ് വളർത്തിക്കൊണ്ടിരുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് കീർത്തിയായിട്ട് നല്ല കാര്യങ്ങൾ പറയുകയും നമുക്ക് പൊതുവെ നമ്മുടെ യശസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ശരീരത്തിലുണ്ടായിരുന്ന വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സിറ്റുവേഷനിൽ കുടുംബത്തിലുണ്ടാവുന്ന ആ വഴക്ക് തർക്കങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരുങ്ങി വരും. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കി നല്ല രീതിയിലൊരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. കാരണം ഇവിടെ വ്യാഴം നിന്നുകൊണ്ട് എന്താണ് 6, 8, 10 ഭാഗങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കന്നി രാശിയിലേക്കും വൃശ്ചിക രാശിയിലേക്കും മകരം രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടും ഉണ്ടല്ലേ, വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടും നല്ല രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത് തരും. സോ വേറെ കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കുകയും ഒത്തിരി വിഷമിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പുരോഗതി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. വളരെ കാലമായിട്ട് നമ്മൾ നടത്താൻ വേണ്ടി ആഗ്രഹിച്ച നമ്മുടെ ഒരു സന്താനത്തിന്റെ
ഒരു കാര്യങ്ങളായിരിക്കും അതൊക്കെ നടത്തിയെടുക്കാനും, അല്ലെ സന്താനങ്ങളെ ഓർത്ത് വിഷമിച്ച് അതൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സമാധാനം എത്തിക്കാനും, അതുപോലെ തന്നെ നമുക്ക് വാക്ക് സംബന്ധമായിട്ട് പലതരത്തിലുള്ള നമ്മുടെ വാക്കുകൾ കാരണം നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടാവും. ഇത്ര നാൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കടിച്ചു കയറാൻ വന്നെങ്കിൽ ഇനി നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനും നമ്മൾ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടാനും നമ്മൾ പറയുന്ന വാക്കിന് വില നൽകാനും ആളുകൾ ഉണ്ടായി വരും. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കുറഞ്ഞു വരും. ശത്രുക്കളായിട്ടുള്ളവർ പോലും മിത്രങ്ങളായി മാറാൻ സാധ്യതയേറിയ സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. നമ്മളോടുള്ള ശത്രുതയൊക്കെ കുറഞ്ഞു വരും. നമ്മൾക്ക് അപകട സാധ്യതയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറഞ്ഞ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സേഫ് സോണിലേക്ക്, നമ്മൾ കുറച്ചുകൂടി ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മൾ എത്തിയെന്ന് നമുക്ക് പറയാം. ഈ ഒരു വ്യാഴം മാറ്റങ്ങൾക്ക് അതുപോലെ നല്ലൊരു ശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇടവരാശിയെ സംബന്ധിച്ചോളം ജന്മത്തിലാണ് വ്യാഴം വരിക. ജന്മത്തിലെ വ്യാഴം പൊതുവെ മോശഫലങ്ങളാണല്ലോ പ്രദാനം ചെയ്യുക. അപ്പം ഇടവരാശിയിൽ ഗുരു വരുന്നത് തന്നെ നമുക്ക് എന്താ കുറച്ച് മോശമായിട്ട് നമുക്ക് പറയാം അല്ലെ, ശത്രുതയാണ്. അല്ലെങ്കിൽ ഇടവരാശിക്ക് വ്യാഴം എന്ന് പറയുന്ന ശത്രുവാണ്, എനിമിയാണല്ലോ. അതുപോലെ തന്നെ ഇടവരാശിയെ സംബന്ധിച്ചോളം 8-11 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയും. 8-11 ഭാവാധിപനും അതേപോലെ തന്നെ 5-7-9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിന്റെ. കന്നി രാശിയിൽ കേതു, മീനം രാശിയിൽ രാഹു ഉണ്ട്, കുംഭരാശിയിൽ ശനി അല്ലെ. അപ്പം പൊതുവെ ഈ ഇടവരാശിയെ സംബന്ധിച്ചോളം വ്യാഴം അത്ര നല്ല ഫലങ്ങളെയല്ല പ്രദാനം ചെയ്യുക. ഓക്കെ, അത്ര നല്ല ഫലങ്ങളല്ല പ്രദാനം ചെയ്യുക. പക്ഷേ ദൃഷ്ടിയിലെ ചെയ്യുന്ന ഭാവങ്ങളിലേക്ക് നമുക്ക് കുറച്ച് നല്ല അനുകൂലമായ ഫലങ്ങളൊക്കെ നമുക്ക് കരുതാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായതൊക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്തു തരും. അപ്പം ഈ ജന്മഗുരു എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ജന്മത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കഠിനമായ ഒരു കാലഘട്ടമാണ്. നമുക്ക് കഠിനമായ ഒരു സമയത്തെ ഉണ്ടാക്കി തരികയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു സമയമായിരിക്കും. നമുക്ക് നല്ല ചലഞ്ചസ് ഉണ്ടാക്കി തരുന്ന ഒരു സമയമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയും അതേപോലെ തന്നെ നമ്മുടെ ടാലന്റുകൾ നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയ അനുകൂലമായ സമയം കൂടിയാണ്. നമ്മുടെ ആ ടാലന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ചലഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, ഓവർകം ചെയ്ത് പോരാൻ പറ്റും. വ്യാഴം എന്ന് പറയുന്ന ഒരിക്കലും ദോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല അല്ലെ. വ്യാഴം എന്ന് പറയുന്ന ഒരു ശുഭഗ്രഹമാണ്. സോ ശുഭഗ്രഹമായതുകൊണ്ട് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക. പക്ഷെ അതിലെന്താണ് മോശ സമയം അല്ലെങ്കിൽ ഒരു മോശമായ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പാഠത്തെ ഉണ്ടാക്കി തരും. ജീവിത ലെസൺ അല്ലെങ്കിൽ ലൈഫ് ലെസൺ നമ്മളെ പഠിപ്പിക്കുന്ന ആളായിരിക്കും വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. വ്യാഴം അതായത് ഗുരു എന്നാണല്ലോ പറയുന്നത്. ഗുരു നമുക്ക് ഓരോ വിദ്യകൾ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഗുരു ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക അല്ലെ. അപ്പൊ ഈ ഒരു സമയം, ഈ ഒരു വർഷക്കാലം എന്ന് പറയും ഈ 1-ാം തീയതി മുതൽ 2024 മെയ് 1-ാം തീയതി മുതൽ എന്ന് പറയുന്നത് ഇടവരാശിക്കാർക്ക് ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച്, നിങ്ങളുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ടാലന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് മുന്നേറാം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അല്ലെ ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നാണ് നമ്മളെ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് വ്യാഴം നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ പൊതുവെ ഈ ഒരു കുറച്ച് അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ ദൃഷ്ടി സംബന്ധമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, നല്ല ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം കന്നി രാശിയിലാണല്ലോ കേതു ഉള്ളത്. അപ്പൊ പൊതുവെ നമുക്കുണ്ടായിരുന്ന ആ ഒരു ക്ലേശങ്ങള് ഒക്കെ പൊതുവെ കുറഞ്ഞ് നമുക്ക് സന്താന ഭാഗ്യം, സന്താനങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് നല്ല സമയമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ മനസ്സിന് സുഖം ലഭിക്കുകയും ഇത്ര നാളെ മനസ്സിന് ഒരു വേദനകൾ, ദുഃഖങ്ങൾ, പറയാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ആശങ്ക, ഭയം ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ, അത് ലൈഫ് പാർട്ണർ ആവാം, ബിസിനസ് പാർട്ണർ, ഇവർ തമ്മിലുള്ള വാക്ക് വ്യത്യാസങ്ങളൊക്കെ ഒന്നും മാറി നാളെ അനുകൂലമായി അവർ പോകാനും ലൈഫ് പാർട്ണേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചുകൂടി ഐക്യത്തിലേക്ക് എത്താനൊക്കെ സാധ്യത കൂടുതൽ സമയമാണ്. പാർട്ണർഷിപ്പിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായ ഒരു സമയമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കീർത്തി, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗം. പുരസ്കാരങ്ങളൊക്കെ എനിക്ക് ഇതുവരെ പുരസ്കാരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്ത കർമ്മത്തിന് അനുകൂലമായിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കാനും, ഈ പുരസ്കാരം എന്ന് പറയുന്ന ഒരു അവാർഡ് രൂപത്തിൽ തന്നെ ആവുന്നില്ല, ഒരാളുടെ വാക്ക് മതി, നല്ല വാക്ക് മതി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എടാ നീ അല്ലെങ്കിൽ നീ ഇത് ചെയ്ത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്
അല്ലെ സഞ്ജു നീ നന്നായി ചെയ്തിട്ടുണ്ട്, അല്ലെ രമ്യ നീ നന്നായി ചെയ്തിട്ടുണ്ട്, ആ ഒരു പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അത് നമുക്കൊരു അവാർഡാണ് അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവരൊന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു അവാർഡായിട്ട് തന്നെ ഫീൽ ചെയ്യണം അല്ലെ. നമുക്ക് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടുന്നതാണ് അല്ലെ. അല്ലെ എടാ നല്ലതാണ് ഈ ഒരു, അല്ലെങ്കിൽ മോളെ നീ ചെയ്ത് നന്നായിട്ടുണ്ട്, അല്ലെ മോനെ നീ ചെയ്ത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു അവാർഡ്, ഒരു തരത്തിൽ അവാർഡ് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മം എന്താണോ അതിനനുകൂലമായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ പിതാവും സന്താനവും തമ്മിലൊരു ബന്ധം, ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമായി. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതും അച്ഛനും മകളും ആവാം, അല്ലെങ്കിൽ അച്ഛനും മകനും ആവാം. ഓക്കെ, ആരായാലും അച്ഛനും സന്താനവും തമ്മിലുള്ളൊരു ആത്മബന്ധം കുറച്ചുകൂടി വളരെയും, ഇവർ തമ്മിലൊരു റിലേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ റിലേഷൻ ഇല്ലേന്ന് ചോദിച്ചാൽ റിലേഷൻ ഉണ്ടാകും, കുറച്ചുകൂടി ആത്മബന്ധം ദൃഢമായി, കുറച്ചുകൂടി അവർ നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പിലേക്ക് വരികയും നല്ല രീതിയിൽ അവരുടെ ഒരു ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായി മാറ്റാനൊക്കെ സാധിക്കും. എന്നാൽ ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇടവ രാശിക്കാര് ഈ ഒരു വർഷക്കാലം ചെയ്യാൻ പാടില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അഡ്വൈസ് നൽകാൻ പറ്റുന്ന നല്ലൊരു അഡ്വൈസറെ കണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാം. ഹൈലി റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഈ ഒരു വർഷത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ വേറൊരു കാര്യത്തിൽ പോവാം. കാരണം ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും കുറയ്ക്കാൻ അത് സഹായമായിരിക്കും. അതുപോലെ തന്നെ പണസംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യവും, അത് കൊടുക്കലാവാം വാങ്ങലാവാം, എങ്ങനെയായി തന്നെ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പണ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്ന ഉത്തമമാണ്. നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടണ്ട. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കേഴ്സ് ആവും എന്നല്ല പറയുന്നത്, പക്ഷെ ഓവർ തിങ്കിങ് വരും. അനാവശ്യമായി ചിന്തിക്കും. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അവർ ഒരു രീതി പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ച് കൂട്ടി വേറെ രീതിയിലോട്ടാക്കും. ഇങ്ങനെ ഇരുന്ന പ്രശ്നത്തെ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കും, കൂടി വീർപ്പിച്ച് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വ്യാഴ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് ഉത്തമമാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാഴാഴ്ച വ്രതം എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. കാണാത്തതൊന്ന് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. വ്യാഴാഴ്ച വ്രതം എടുക്കുക, വിഷ്ണു പ്രീതി വരുത്തുക, ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ നമ്മള് മഞ്ഞ വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ കർച്ചീഫ് കൈപിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള നല്ലതാണ് കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇടവരാശിക്കാർക്ക് ദോഷഫലങ്ങൾ നല്ല ഫലം മനസ്സിലാക്കി പേടിപ്പിക്കണേയല്ല, മനസ്സിലാക്കിയിരിക്കുക. ഒരു സിഗ്നൽ പോലെ നേരത്തെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മിഥുനക്കൂർ അഥവാ മിഥുന രാശി, ഇവർക്ക് പൊതുവെ എങ്ങനെയുണ്ട് വ്യാഴം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം ഭാവത്തിലാണ് വ്യാഴം എന്ന് പറയുന്നത്. 7, 10 ഭാവങ്ങളിലാണ് ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. 4, 8 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഉണ്ടാവും. പൊതുവെ എന്താണ്, കേന്ദ്രാവിത്തെ ദോഷം നൽകുന്ന വ്യാഴമാണ് ഇവർക്ക് ഇരിക്കുന്നത്. മിഥുന രാശിക്കാർക്ക് ഇവർക്ക് പൊതുവെ പറയുമെങ്കിൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റിയ സമയമാണ്. രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും, ചെലവ് അധികമായി വർദ്ധിക്കുന്ന സമയമായിരിക്കും. പക്ഷെ ഈ ഒരു ചെലവ് വർധന എന്ന് പറയുന്നത് എന്താണ്, നല്ല കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തായിരിക്കും ചെലവായിരിക്കും. അനാവശ്യ ചെലവുകളോ അതല്ല നമുക്ക് ദോഷഫലത്തെ പ്രദാനം ചെയ്യുന്ന ചെലവോ ഇതൊന്നും ആയിരിക്കില്ല. നമുക്ക് അനുകൂലമായ, നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ലോൺ എടുക്കുന്ന ഒരു ചെലവാണല്ലോ. ഈ ലോൺ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ലോൺസ് ആവാം. ചിലപ്പോൾ ഹൗസിംഗ് ലോൺ ആവാം, എഡ്യൂക്കേഷൻ ലോൺ ആവാം, പ്രോപ്പർട്ടി ലോൺ ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ ആവാം. ഇങ്ങനെയുള്ള ഇപ്പൊ ഒരു കാറ് വാങ്ങണമെങ്കിൽ അതിന് ചെലവുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് അനുകൂലമാണ്. ഒരു വീട് പണിയണമെങ്കിൽ അതിന് ചെലവുണ്ട്, ചെലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ ചെലവ് കൂടുക എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്തോ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ചെലവ് വേറെ രീതിയിലുണ്ടാവാം. മോശമായിട്ട് നമുക്ക് അനാവശ്യമായിട്ട് കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി നമുക്ക് ചെലവുണ്ടാക്കാം. മദ്യം കുടിക്കുന്ന മദ്യം കഴിച്ച് എന്താണ് ചെലവുണ്ടാക്കാം അല്ലെ. മദ്യം കൂട്ടിക്കഴിഞ്ഞ ചെലവായി. പക്ഷെ അത് നമുക്ക് അനുകൂലമല്ല. നമുക്ക് കുടിക്കുന്നവർക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ല കാര്യമാക്കി നല്ലതിലോട്ടുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് വർധനമായിരിക്കും കേട്ടോ. ഇടവത്തിലുള്ള അല്ലെങ്കിൽ ഇടവ രാശിയിലുള്ള വ്യാഴം എന്ന് പറഞ്ഞാൽ മിഥുനത്തിന് എന്താണ് 12ാം ഇടമാണല്ലോ. ഇവർക്ക് പൊതുവെ എന്താണ്
ഒരു നല്ലൊരു സ്ഥാനമാറ്റത്തിനും യോഗമുള്ള സമയമാണ്. ജോലി സംബന്ധമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സ്ഥാനമാറ്റം നമുക്ക് നല്ല പ്രൊമോഷൻ രീതിയിലേക്കുള്ള ചിലവ് നമുക്കറിയാം. വാഹനത്തിനുള്ള ഒരു യോഗം നമുക്ക് പറയാവുന്ന സമയമാണ്. ഭവന യോഗം പറയാവുന്ന സമയമാണ്. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, ഭവന ലോൺ എടുക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടിയുള്ള ലോൺ എടുക്കാം. നമുക്ക് ആ ചെലവ് ഉണ്ടാവും, നമുക്ക് അങ്ങനെ ഇതായാലും നമുക്ക് അതുപോലെ തന്നെ ചെലവുകൾ വർദ്ധിക്കുന്നത്, നമ്മൾ പറഞ്ഞ ലോൺ എടുക്കുന്നത് ചെലവാണ്. അപ്പൊ ലോൺ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മുടെ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇപ്പം ഇത്ര നാള് വയറുവേദനയാണ്, പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വയറുവേദനയില്ല, കാണാനില്ലായിരുന്നു. പക്ഷെ ഇനി അത് ഈ 1-ാം തീയതിക്ക് ശേഷം അങ്ങനെ വയറുവേദന ഉണ്ടല്ലേ, വയറിന് എന്തെങ്കിലും അസുഖം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു പരിഹാരം ലഭിക്കുകയും ആ ഒരു ചികിത്സ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രോഗത്തെ എന്താ ഭേദപ്പെടുന്നതായും അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഫാമിലിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ അതിനൊരു ഹെൽപ്പ്, സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയും, ഇത്ര നാളും നമ്മൾ തന്നെ സോളോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുടുംബത്തെ നോക്കി നടത്തിക്കൊണ്ട് വരുന്നത്. നമ്മുടെ കഠിനമായ അധ്വാനം കൊണ്ട് നമ്മൾ ആ കുടുംബത്തെ നോക്കുകയും ജോലിക്ക് പോവുകയും വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറ്റയാളാണെങ്കിൽ അതിനൊരു സഹായം ലഭിക്കുകയോ അല്ലെങ്കിൽ സഹായം ചെയ്യാമെന്നൊരാൾ പറയുകയോ ചെയ്യുന്ന സമയമായിരിക്കും. അതേപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആ ഒരു കാര്യം നെഗറ്റീവ് ഇടപെടൽ ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് ഡൗൺ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും തന്നെ എന്താണ്, കുറച്ചൊരു മന്ദതയിലേക്ക് പോകാനൊക്കെ സാധ്യതയേറിയ സമയമായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മിഥുന രാശിക്കാരും വേറെ കുഴപ്പമില്ലാതൊക്കെ പോകാൻ വ്യാഴത്തെ പ്രതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കർക്കിടക രാശിയെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് 6, 9-ാം ഭാവാധിപനാണ് വ്യാഴം എന്നാണ്. 6, 9-ാം ഭാവാധിപനായ വ്യാഴം 10-ൽ നിന്നും 11-ാം സ്ഥാനത്തിലേക്കാണ് മാറുന്നത്. പൊതുവെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നല്ല സമയം അല്ലെങ്കിൽ നല്ലൊരു ഫലത്തെ ആയിരിക്കും വ്യാഴം പ്രദാനം ചെയ്യുക എന്ന് പറയുക. ഇവരെ സംബന്ധിച്ച് 2025 മാർച്ചിൽ എന്താണ്, ശനി എന്ന് പറയുന്നത് 8-ലാണ്, അഷ്ടമ ശനി സമയമാണ്. ശനി ദോഷഫലത്തെ അല്ലെ പ്രദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശനി ദോഷഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ശനി ദോഷഫലത്തെ പ്രദാനം ചെയ്താലും വ്യാഴം അവിടെ നിൽപ്പുണ്ട് എന്ത്, ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും വേണ്ടി എന്താണ്, വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കുന്നത് എന്താണ്, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുകയും, ഇത്ര നാളും തൊഴിൽ ലഭിക്കാതെ നിന്നിരുന്നെങ്കിൽ ആ തൊഴിലിനൊക്കെ ഒരു മാറ്റം പറ്റി നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനും, നമുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നമുക്ക് തൊഴിൽ ലഭിക്കാനും, നമുക്ക് നല്ലൊരു സാലറി ഉള്ള ജോബ് കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു മെയ് 1-ാം തീയതിക്ക് ശേഷം എന്ന് പറയുക. അപ്പൊ ഇവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് 3, 5, 7 ഭാവങ്ങളിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. പൊതുവെ രാഹു കേതുക്കൾ എന്താണ് ഓൾറെഡി നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ശനി ഓരോ കാര്യങ്ങൾ നമ്മളെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ തടസ്സം. ഇപ്പൊ ഒരു തൊഴിൽ അന്വേഷിച്ച് പോകുന്നു, നമുക്ക് ആ തൊഴിൽ നഷ്ടമാകുന്നു, അല്ലെ എന്തോ ഒരു കാരണം കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ ആ തൊഴിൽ വേണ്ടാന്ന് വെക്കുക, അല്ലെ നമ്മളെ ജോബിന് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ വിചാരിക്കുക ശരിയല്ല, ഇവിടെ ശരിയല്ല, നമുക്ക് വിട്ടേക്കാം അങ്ങനെ ചിന്ത, അല്ലെങ്കിൽ ജോലി ചെയ്തോടെ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ തൊഴിൽ രാജിവെക്കുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ ആ ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ അതങ്ങ് മാറി ഫീൽ ബാഡ്, ആ ഒരു രീതി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി കിട്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ നമുക്കൊരു തൊഴിൽ സംബന്ധമായിട്ട് നല്ലൊരു പുരോഗതിയിലേക്ക് എത്താനും, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേട്ടത്തിനും, തൊഴിൽ അന്വേഷിക്കുന്നത് തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയത്തിലേക്കാണ് നമ്മൾ കടക്കുക. അപ്പം അഷ്ടമശനി അവിടെ നിന്ന് ആ ദോഷഫലത്തെ ചെയ്യുമെങ്കിൽ പോലും വ്യാഴം അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കർമ്മ മണ്ഡലത്തിലെ കർമ്മ മേഖലയിൽ ശോഭിപ്പിക്കുകയും നമുക്ക് നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും എന്താ വ്യാഴം ചെയ്യുക. പൊതുവെ നമുക്ക് ജീവിതത്തിൽ അത്ര നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്തിരുന്നതും നമുക്ക് ആ ഉണ്ടായിരുന്ന ദോഷങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിനെ റിപ്പയർ ചെയ്യുക, പ്രശ്നത്തിന് പരിഹാരങ്ങൾക്ക് വേണ്ട കൃത്യമായ കാര്യങ്ങൾ ഒന്ന് പുതുക്കി പണിയുകയും ആ ഒരു റിപ്പയറിംഗ് വർക്ക് നടത്തുകയും ചെയ്യും വ്യാഴം. ഓക്കെ, അപ്പൊ വ്യാഴത്തിന് ദൃഷ്ടി ചെയ്യുമ്പോഴും അല്ലെ, വ്യാഴ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. മൂത്ത സഹോദരങ്ങളിൽ നിന്നല്ല മൂത്തവരിൽ നിന്നൊക്കെ നമുക്ക് സഹായം ലഭിക്കാൻ യോഗമുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് നമുക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവര് ഇവരെ ഒന്ന് ഇവരോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരാൻ സാധ്യത കൂടുതലാണ്.
അപ്പം കർക്കിടക രാശിക്കാരുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മക്കളുടെ കല്യാണമൊക്കെ കാണുന്ന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നൊന്ന് സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് മാറി വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ നിന്നവരൊക്കെ ഒന്ന് അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് വരും. ഇത്ര നാളും പറയും എനിക്ക് ഇന്ന ഡിഗ്രി പഠിച്ച ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഇന്ന സൗന്ദര്യമുള്ളവർ വേണം. സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണെന്ന് അറിയാമല്ലോ, അല്ലാതെ കറണ്ടിന്റെ ബേസിലല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ വരുവാണ് ഇന്ന രീതിയിലുള്ള പെൺകൊച്ചിനുള്ള, ഇന്ന രീതിയിലുള്ള ചെറുപ്പ കൊച്ചിനെ വേണം, ഇന്ന ജോലിയുള്ള ചെറുക്കനുള്ള, ഇന്ന ജോലിയുടെ പെണ്ണിനെ വേണം, അല്ലെ ഇങ്ങനെ സംസാരിക്കുന്ന പെണ്ണിനെ, അല്ലെ ഇങ്ങനെ സംസാരിക്കുന്ന ചെറുക്കനെ വേണം. ഇങ്ങനെയൊക്കെ ഉള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് അവർക്ക് മനസ്സിലായി കൃത്യമായ കാര്യം മനസ്സിലാകും, ബോധ്യം നമ്മുടെ ആ മൈൻഡ് സെറ്റില് കൃത്യമായൊരു ഓക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നടക്കും. ഇത് ഏറ്റവും നല്ലത് മനസ്സിന്റെ ഒരു പൊരുത്തമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പിടിച്ചവരെ, അല്ലെങ്കിൽ അതിന് വേറെ ഒത്തിരി റീസൺ കണ്ടുപിടിച്ച് അതിനെ തള്ളിക്കളയാതെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മൈൻഡ് ഒന്ന് ഫുള്ളി ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് സാധ്യതയുണ്ട്. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ആ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടി, ഒരു കറക്റ്റായ ഡിസിഷൻ എടുക്കുകയും ആ ഒരു ബാലൻസിൽ അവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ സഹായിക്കും. പാർട്ട്നേഴ്സ് തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ സാധിക്കും. അത് ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിലും അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മാറി അവർ നല്ല രീതിയിൽ ഐക്യത്തിലേക്ക് എത്താൻ സഹായിക്കും. സന്താനങ്ങളൊന്നും ഇല്ലാതെ നിന്ന് ദുഃഖിച്ച് നിന്ന് ദമ്പതിമാരൊക്കെ അവർക്ക് അനുകൂലമായ സന്താന ഭാഗ്യം, സന്താന സുഖമൊക്കെ പറയാവുന്ന ഒരു സമയത്തിലേക്കാണ് വരാണ്. നമുക്ക് പൊതുവെ ധൈര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും, ധൈര്യം കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. നമുക്ക് സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുകയും സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും സന്താനങ്ങൾ കാര്യത്ത് വിഷമിച്ച് നിന്നവർക്കൊക്കെ ഒരു അനുകൂലമായ അവസ്ഥ, നമുക്ക് നല്ലൊരു സിറ്റുവേഷൻ വരികയും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. വിവാഹ സംബന്ധമായാലും നോക്കിക്കഴിഞ്ഞാൽ നടക്കാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് കർക്കിടക രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമായ സമയമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനോടത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് അനുകൂലമായിട്ട് 11 ലാഭസ്ഥാനത്താണ് വ്യാഴം നിൽക്കുക കേട്ടോ. അപ്പൊ വേറെ ഒത്തിരി ദോഷഫലങ്ങളെയൊന്നും പ്രദാനം ചെയ്തില്ല. ഇത്രയൊക്കെ കാര്യങ്ങളിലേക്കാണ് വ്യാഴം പ്രധാനമായിട്ട് ബാധിക്കുക. ചിങ്ങരാശി, ഇവർക്ക് 9ാം സ്ഥാനത്ത് നിന്ന വ്യാഴം 10ാം രാശിയിലേക്കാണ് മാറുക. 5, 8ാം ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുക. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഇവർക്ക് 7ലും രാഹു കേതുക്കൾ എന്ന് പറയുന്നത് 2 8ലായിട്ടാണ് നിൽക്കുക. പൊതുവെ ഇവർക്ക് അത്ര നല്ല സമയമൊന്നുമല്ല. ഭയങ്കര ഒരു ഇത്ര രാശിയെ വെച്ച് നോക്കാം, നമ്മളിപ്പോ ഫലം പറഞ്ഞ രാശികളിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ രാശിയാണ് എന്താ കുറച്ച് മോശ ഫലത്തെ കൂടുതലായിട്ട് പ്രദാനം ചെയ്യുക. ഓക്കെ, കൂടുതൽ ദോഷഫലങ്ങളെ അനുഭവിക്കാൻ സാധ്യത കൂടുതൽ എന്താണ് ചിങ്ങരാശിക്കാരായിരിക്കും. ഇവർക്ക് ജോലിയിലൊക്കെ ഓരോ പൊസിഷൻ ആ പൊസിഷൻ മാറാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഭയങ്കരമായിട്ട് ആ ചെയ്യുന്ന തൊഴിലിലൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുത്തുക, ഡീപ്രമോഷൻ വരിക, ഇതൊക്കെ സാധ്യത കൂടുതലാണ്. തൊഴിൽ സമുദായം ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധ്യത കൂടുതലാണ്, മാറ്റം കൊണ്ടുവരാൻ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. നമുക്ക് 2 എന്താണ് കന്നി രാശിയിൽ എന്താണ് കേതു ഉണ്ട് അല്ലെ. 2ലെ കേതു നമുക്ക് പൊതുവെ കുടുംബ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും വ്യാഴം എന്ത് ചെയ്യും, അതിനെ പരിഹരിക്കും. വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് 2ലേക്കുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കുടുംബ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ഉണ്ടായിരുന്ന ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഇല്ലാതെയാക്കി തരും. ഓക്കെ, ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ഫലത്തെ വ്യാഴം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ളത്, വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പരിഹരിച്ചു. വാഹനം ഇല്ല എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം പോലെ നമുക്കൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് ആയാലും വാങ്ങാൻ പറ്റുക. നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ ആ വാഹനം റിപ്പയറിംഗ് നടത്താൻ സാധിക്കും. ഒരു ഭവനം ഇല്ലെങ്കിൽ ഭവനം നിർമ്മിക്കുകയും ഭവനം ഉണ്ടെങ്കിൽ ആ ഭവനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ചെടുക്കാനും, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ റെന്റ് വാഹനം എടുക്കണം, ഇതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് വരും. ഒരു പ്രശ്നം എന്നൊരു സംഭവത്തിനെ പരിഹരിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വ്യാഴം കൊണ്ടുവരും. ശത്രുക്കള്, കടങ്ങള്, ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ശത്രുക്കളൊക്കെ എന്താണ് അവരുടെ ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, അവരവരുടെ കാര്യം നോക്കി നടക്കും. നമ്മുടെ പാതയിൽ അവർ വരുന്നത് നമ്മൾ എന്തില്ല അവരുടെ പാതയിൽ പോകണ്ട എന്നൊരു സിറ്റുവേഷനിലേക്ക് ശത്രുക്കൾക്ക് മനസ്സിൽ തോന്നും. കടങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അതൊന്ന് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പൊ ജീവിതത്തിലായാലും നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ അല്ലെ പഠിച്ചു കിട്ടാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും. ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ദോഷഫലത്തെയല്ല പ്രദാനം ചെയ്യുക. നമുക്ക് ഓരോ കാര്യങ്ങളും ഒരു പാഠമാണ് നൽകുക.
ഒന്നെങ്കിൽ നല്ല ഫലത്തേക്കും പ്രധാനം, അല്ലെങ്കിൽ നമുക്കത് ജീവിത പാഠമായിരിക്കും നമ്മളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ചിങ്ങത്തിലെ വ്യാരം എന്ന് പറയുന്നത് യോഗകാരികനാണ്. ഇവർക്ക് 5, 8 ഭാവാധീനാണ് വ്യാരം എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങത്തിലെ വ്യാരം എന്ന് പറയുന്നത് യോഗകാരകനാണ്. ഇപ്പൊ തൊഴില്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമുക്കൊരു പൊസിഷൻ, അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കാരണം ഈ ഒരു സംഭവങ്ങൾ, തൊഴില്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. മറ്റുള്ള കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് ബാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കുക. തൊഴിലുണ്ടായ തൊഴിൽ കാത്തു സൂക്ഷിക്കുക. അവിടെ ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ പിടിച്ചേക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തൊഴിൽ മാറ്റം നടത്തുക എന്ന് പറയുന്നത്, ഒരു തൊഴിൽ മാറി വേറെ തൊഴിൽ പോകുന്ന നല്ല തൊഴിലാവണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ജാതകത്തെയും കൂടെ അനുബന്ധിച്ചിരിക്കും. നമ്മുടെ ജാതകത്തിൽ വ്യാഴം എവിടെയാണ്, നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെ, നമുക്ക് അത് യോഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പേഴ്സണലി നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അനുകൂലമായി നമ്മുടെ ഒരു പേഴ്സണലി ഒരു പ്രഡിക്ഷൻ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആണല്ലോ. അപ്പം ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് പൊതുവെ ചിങ്ങം രാശിയെ സംബന്ധിച്ചോളം വ്യാഴ രാശി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുക. ഇവിടെ കന്നി രാശിക്കാർക്ക് വ്യാഴം എന്ന് പറയുന്ന 4, 7 ഭാവാധിപനാണ്. 8ൽ നിന്നും 9ാം ഭാവത്തിലേക്കാണ് എന്താ വ്യാഴം രാശി മാറുക എന്ന് പറയുന്നത്. അപ്പൊ ഭാഗ്യ വ്യാഴമാണ്, ഭാഗ്യ ഗുരുവാണ് എന്താ ഇവർക്ക് എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഭാഗ്യ ഗുരുവാണ് എന്താ. ഇപ്പൊ പൊതുവെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ കൊണ്ടുവന്ന് തരുന്ന വ്യാഴമാണ്. വേണ്ട വിധത്തിൽ ആ അവസരങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ആ മടി, മനസ്സതയും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളൊന്ന് പരിശ്രമിച്ച് മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ തട്ടി മാറ്റി കളയാതെ അവസരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ പറയാറുണ്ട്, എറിയാൻ അറിയുന്ന കയ്യിൽ ദൈവം എന്ന് കൊടുക്കില്ല, വട്ടി കൊടുക്കൂല എന്ന് പറയാറുണ്ട് അല്ലെ. പക്ഷെ ദേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കന്നിരാശിയിൽ പ്രത്യേകിച്ച് അത്തൊക്കെ നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ എന്താണ്, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് നല്ല ഈശ്വര പ്രാർത്ഥന ഉണ്ടാവണം. കന്നിരാശിയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും തന്നെ അനുകൂലമായ ഫലങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരത്തെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോണം. അതാണ് വ്യാഴം പറയുക, ഞാൻ നല്ല അവസരങ്ങളൊക്കെ തരാൻ നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് ചെയ്യണം, വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ. അതുകൊണ്ട് ഈ ചാരഫലം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിനെ, മൈൻഡാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ ആത്മവിശ്വാസങ്ങളൊക്കെ വർദ്ധിക്കുക ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പൊ ഭാഗ്യത്തെയൊക്കെ കൊണ്ടുവന്ന് വരും. അപ്പൊ പൊതുവെ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഇവരെന്താണ്, ഒന്നിലേയില്ലാട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരും. പക്ഷെ ഈ ഒരു കേതുവിന്റെ എന്ന് വെച്ചാൽ കേതു നമുക്ക് ജന്മത്തിലാണല്ലോ. സോ ഈ കേതുവിനെ ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, കന്യരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. സോ നല്ല ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി കേതുവിനെ സ്വാഭിച്ചു കഴിയുമ്പം കേതു എന്ത് ചെയ്യും, പോസിറ്റീവ് സൈഡിലേക്ക് മാറും. കേതുവും നല്ലതാകാൻ തുടങ്ങും. അല്ലെങ്കിൽ കേതുവിന്റെ ആ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യാൻ തുടങ്ങും. അപ്പം പൊതുവെ പറയാം, സ്പിരിച്വൽ ഫീൽഡൊക്കെ നിൽക്കുന്നവർക്ക് ഇവരുടെ ആ സ്പിരിച്വൽ പവർ കൂടി വരിക, വർദ്ധിച്ചു വരുന്ന സിറ്റുവേഷനിലേക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നല്ല ഇതിനൊരു ഭാഗ്യത്തെ നമുക്ക് കൊണ്ടുവന്ന് വരുന്ന സമയമായിരിക്കും. അപ്പം നമുക്ക് അനാവശ്യമായ തടസ്സങ്ങള്, അനാവശ്യമായ ഭയം, നമുക്ക് വരുന്ന അപകീർത്തികൾ, ഇതൊക്കെ എന്ത് ചെയ്യും, പയ്യെ പയ്യെ കുറഞ്ഞു വരും. അനാവശ്യമായ തടസ്സങ്ങൾ, നേരത്തെ ഒരു കാര്യം ചെയ്യാറുണ്ട് നമുക്ക് തടസ്സമായിരുന്നു. പക്ഷെ ഇനി ആ കാര്യം മെയ് 1-ാം തീയതി ശേഷം ആ കാര്യത്തിലൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു പവർഫുൾ ആയി നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. സോ ആ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു നമുക്കുണ്ടാകുന്ന ഭയവും തടസ്സങ്ങളും കുറഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ല ഇതിലൊരു പുരോഗതിയിലേക്ക് എത്താൻ പറ്റും. നമുക്കുണ്ടായിരുന്ന ആ ദുഃഖങ്ങള്, വിഷമങ്ങള്, സങ്കടങ്ങള്, അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് കുറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ചൊരു സന്തോഷം നിറയാഞ്ഞൊരു ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇത്ര നാളും പറയും, അയ്യോ ഞാനിത് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഫലവും തന്നില്ല ഈശ്വരൻ, ഞാനിത് ആരോടായിരുന്നു പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന മാത്രമേ ഈശ്വരൻ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മാത്രമേ ഈശ്വരന് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങനെയൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കണം, അല്ലെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നടത്തുക. പ്രാർത്ഥന കുറച്ചുകൂടി അനുകൂലമായി വരുന്ന സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, കേതു സ്പിരിച്വൽ പവറിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ യോഗം കൂടുതലുള്ള സമയങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടി സക്സസ്ഫുൾ ആയത്. ഇപ്പം നല്ല സക്സസ്ഫുൾ ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ താരൊന്ന് കമന്റിട്ടായി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. ആമസോണിൽ നമ്മുടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഭയങ്കര കാണാം കേട്ടോ. അപ്പം ദൃഷ്ടി സംബന്ധമായി ഇവർ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് 3, 5 ഭാഗങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. അപ്പം പൊതുവേ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു
അപകീർത്തിയൊക്കെ ഉണ്ടായിരുന്ന കുറഞ്ഞ് നമുക്ക് സൽപ്പേര് അല്ലെ നമുക്ക് നല്ലൊരു കീർത്തിയൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ്. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കും. നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് ഉണ്ടായി ആളുകളൊക്കെ വരും. ഇപ്പം ഒരാൾ വരുമെങ്കിൽ നീ ഇത് ചെയ്തോ, അല്ലെങ്കിൽ നീ ഇത് ചെയ്തോടി, അല്ലെ നീ ചെയ്തോടാ, ഞാനുണ്ട് നിന്റെ കൂടെ, നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം എന്ന് പറയാൻ ധൈര്യത്തോടെ എന്ത് ചെയ്യും, നമ്മുടെ പുറകിൽ നിൽക്കാൻ നല്ലൊരാൾ വരും. നമ്മൾ മുമ്പിൽ നിന്ന് കളിക്കുമ്പോൾ നമ്മുടെ പുറകിൽ നല്ല സപ്പോർട്ടിന് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടോ നല്ല കരുത്തുള്ള ആളുകൾ നമുക്ക് വരും. ഒന്നെങ്കിൽ നമുക്ക് അത് എന്ത് രീതിയിലാവാം, പണത്തെ സംബന്ധിച്ച് പണ സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയെങ്കിൽ അങ്ങനെ, ഞാൻ നല്ലൊരു റിലേഷൻ ആയെങ്കിൽ അങ്ങനെ, നമുക്ക് മനസ്സിന് നല്ലൊരു സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, നമുക്ക് എങ്ങനെയും ഒരു സപ്പോർട്ട്, നമുക്ക് എന്താ ആവശ്യത്തിനാണോ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വേണ്ടത് അതിന് നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. അതേപോലെ സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അനുകൂലമായ അവസ്ഥ, സന്താനങ്ങളോടത്തുണ്ടാകുന്ന ദുഃഖങ്ങളെ വിഷമങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരും. അതേപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള അവസരം, സന്താനമില്ലാതെ വളരെ കാലം ദുഃഖിച്ച് വിഷമിച്ച് നടക്കുന്നവർക്ക് അങ്ങനെ അനുകൂലമായ ഒരു അവസ്ഥ, സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന ഒരു സമയമാണ്. പൊതുവെ ആ ഒരു കന്നിയിൽ കൂരെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫലത്തെയാണ് വ്യാഴം പ്രദാനം ചെയ്യുക. ഇവർക്ക് എന്താണ് 9 ഭാഗ്യ അല്ലെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. നമുക്ക് അനുകൂലമായ ഫലങ്ങൾ തരാനും ഭാഗ്യത്തെ പ്രദാനം ചെയ്യാനും. ഈ ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാം, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാം. പക്ഷെ ലോട്ടറി എടുത്ത് നിങ്ങളുടെ ടൈം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആളെന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ സ്കില്ലിനെ വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആചാരം ഏതാണോ അതിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുക. മുന്നോട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ ശോഭിക്കാൻ പറ്റും. നിങ്ങൾ നല്ല നല്ല അവസരങ്ങൾ വരുമ്പോൾ, അയ്യോ ഇനി അവസരങ്ങൾ വരുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവര് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ, ഇവരുടെ ചന്ദ്രനൊക്കെ ബലം കുറവാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. മാനസികം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരും ക്ലേശം അനുഭവിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേക കുഴപ്പമെന്ന് വെച്ചാൽ, ഒരാൾ വന്ന ഒരു കാര്യം പറയുമ്പോൾ ഇവർ ചിന്തിക്കാൻ നിൽക്കില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് പോയി ആപത്ത് ചെന്ന് ചാടല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കുക, നല്ല ചിന്തിച്ചാൽ നല്ല ചിന്തനാശ കഴിവുള്ളവരാണ് നിങ്ങൾ. ഓരോരുത്തരും വരുമ്പോൾ നിങ്ങളുടെ മുമ്പ് ചിരിച്ചുകൊണ്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അവൻ വരുന്നത്, അല്ലെ അവന്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയാണോ അവൻ നമ്മുടെ അടുത്ത് വന്നേക്കണം എന്ന് ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും. ആ ഒരു കുഴപ്പം, കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ എടാ ആ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ ആ കൂട്ടുകെട്ട് ശരിയല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിപ്പം സന്താനങ്ങളുടെ കാര്യത്തിലായാലും സുഹൃത്തിന്റെ കാര്യത്തിലായാലും, ഇനി അതല്ല കുടുംബങ്ങളുടെ കാര്യത്തിലായാലും, ബിസിനസ് പാർട്ട്നേഴ്സിന്റെ കാര്യത്തിലായാലും, ഇനി ലൈഫ് പാർട്ട്നേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവരുടെ കാര്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കും കൃത്യമായിട്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് ആ നല്ലതിന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരാണ്ട്. ഇവരുടെ മുമ്പിൽ ആരെങ്കിലും ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ലതാണ്, ചിരിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ഇവര് കുറച്ച് ആത്മഹത്യ ഇവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവര് വിചാരിക്കും ഇവര് നല്ലതാണ്. പിന്നീടായിരിക്കും ഒരു കാലക്രമേണയായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത്, അവനെ ലെവല് വന്നത് നമ്മളെ നശിപ്പിക്കാനുള്ള, നമുക്ക് ദോഷഫലത്തെ പ്രദാനം ചെയ്യണം, അങ്ങനെ ചിന്ത പോകുന്നത്. സോ ആ കാര്യം എന്ത് ചെയ്യുക, ഒരു കന്നിക്കൂറുകാരെ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കന്നിക്കൂറുകാർ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഉത്തമയും. അത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജീവിതം, നല്ല സക്സസ്ഫുൾ, നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെത്തും കേട്ടോ. അപ്പൊ ആ അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, നമ്മൾ വിജയിക്കുക കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവും. ഒത്തിരി വ്യാഴത്തെ പ്രതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പിന്നെ ജാതകത്തിൽ വ്യാഴം എങ്ങനെയാണ്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് ഉത്തമമായിരിക്കും. ഇപ്പൊ ഏത് ദശയാണൊക്കെ നടക്കുന്നത് നോക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. തുലാം രാശിക്കാരുടെ ഫലമാണ്. അപ്പൊ ഇവർക്ക് വ്യാഴം 7-ലായിരുന്നു അല്ലേ. അപ്പൊ ഇവർക്ക് 7-ൽ നിന്ന് 8-ലേക്ക് മാറുകയാണ്. 3, 6 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക. ഇവിടെ വ്യാഴം 8-ാം സ്ഥാനത്തിലേക്കാണ് മാറുക. പൊതുവെ എന്താണ് തുലാം രാശിക്ക് വ്യാഴം എന്ന് പറയുന്നത്, ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് മറഞ്ഞ അല്ലെ, വ്യാഴം മറയുന്ന രാശിയാണ്, അല്ലെങ്കിൽ വ്യാഴം മറയും. അപ്പൊ മറയുമ്പോൾ ദോഷഫലത്തെയാണ് പ്രദാനം ചെയ്യുക. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 3, 6 ഭാവാധിപനാണല്ലോ. സോ പൊതുവെ ഇവിടെ വ്യാഴം മറയുന്നത് നല്ലതാണ്. ഓക്കെ, പൊതുവെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ രോഗങ്ങളൊക്കെ ഒന്ന് കുറയുന്ന അവസ്ഥ. അതുപോലെ തന്നെ പകയൊക്കെ, നമ്മളോട് പകയൊക്കെ ഉണ്ടായിരുന്നവർക്ക് പകകളൊക്കെ കുറയാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ചെലവുകളൊക്കെ വർദ്ധിക്കും. പക്ഷെ ഈ ചെലവ് വർധന എന്ന് പറയുന്നത് ശുഭകാര്യങ്ങൾക്കുള്ള ചെലവ് വർധന ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ശുഭ കാര്യങ്ങൾക്കുള്ള ചെലവ് എന്ന് പറയുന്നത് വാഹനം വാങ്ങുന്നതാവാം, സ്വർണം വാങ്ങുന്നതാവാം, സ്ഥലം വാങ്ങുന്നതാവാം, ഭവനം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഭവനം വെക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ചെലവായിരിക്കാം. അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷെ അനാവശ്യമായിട്ടുള്ള ലോണുകൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച്, കാരണം ലോണുകളൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ആ ലോണുകൾ അനാവശ്യമായിട്ട് ഹൈലി റിസ്കി
ലോൺ വാങ്ങണ്ട. ഒരു 60% ഒക്കെ ലോൺ എടുത്ത് വാങ്ങുക. അതിന്റെ മുകളിലോട്ട് നിങ്ങൾ ലോൺ എടുക്കാൻ പോവേ വേണ്ട കേട്ടോ. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. വാഹനയോഗമൊക്കെ പറയാവുന്ന സമയമാണ്. സ്ഥാനമാറ്റം, സ്ഥലമാറ്റം ഒക്കെ പറയാവുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് വിദേശ യോഗമൊക്കെ പറയാൻ സാധ്യത. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവര്, വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്ന പുറം രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നത് അവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നത് അവർക്കൊക്കെ അനുകൂലമായിട്ട് സമയമായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തുലാം രാശിക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം നടത്തി കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തേക്കാം, അതുപോലെ തന്നെ നിന്നെ ഞാൻ അവരുമായിട്ട് ഒന്നിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം നടത്തി തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇങ്ങനെയുള്ള അനാവശ്യ വാക്കുകളൊന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ആ കാര്യം എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക, ചെയ്തിട്ട് അത് പറയാം, അതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ അങ്ങനെ നിങ്ങൾ വാക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ വ്യാഴം മറന്നേക്കാണ്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് സാധിക്കും. അപ്പൊ അവരോട് പറയാണ് ഇന്ന കാര്യം നടത്തി തന്നേക്കാം, പിന്നെ നിങ്ങൾ ആ കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടി, അലസതയൊക്കെ കൂടുതലായിട്ട് വരിക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുകയും ചെയ്യേണ്ട. അത് ബിസിനസ് ആയാലും എന്തൊരു തരത്തിലുള്ള കാര്യത്തിലും നിങ്ങൾക്ക് അറിയില്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ കടക്കണ്ട. അപ്പൊ അറിയാത്ത വിഷയങ്ങൾ ഇവിടെ ആരും കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നുണ്ടാവും. തുലാം രാശിക്കാരുടെ, തുലാം കൂറുകാർ ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അറിയില്ലാത്ത കാര്യത്തിലേക്ക് ചെന്ന് തല വെക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ഖേദിക്കേണ്ട വരിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നല്ലവണ്ണം പഠിച്ച ശേഷം മാത്രം, ഒരു അഡ്വൈസ് മാത്രം സ്വീകരിച്ച പോലെ നിങ്ങൾ നല്ലവണ്ണം പഠിച്ച ശേഷം മാത്രം ആ കാര്യത്തിലേക്ക്, ഒരു അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. മാക്സിമം ഈ ഒരു വർഷത്തേക്ക് അറിയില്ലാത്ത വിഷയത്തിലേക്ക് കടക്കാതിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നല്ല അഡ്വൈസിലേക്ക് ശേഷം മാത്രം വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സ്ഥലം മാറ്റത്തിനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ധന സംബന്ധമായിട്ട് വലിയ ക്ലേശങ്ങളുടെ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയൊക്കെ പണം ലഭിക്കും. ഓക്കെ, ഒന്നുകിൽ നമ്മുടെ വാക്ക് മുഖേനയാവാം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മമണ്ഡലം മുഖേനയാവാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും അനുകൂലം എന്ന് പറയുന്നത് പുറത്ത് ജോലി ചെയ്ത് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമായിരിക്കും. അതേപോലെ തന്നെ കുടുംബത്തിലെ ആ ഒരു കലഹമായി ആ സംഭവങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചൊരു ഐക്യത്തിലേക്ക് എത്തിക്കാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ തുലാം രാശിക്കാരുടെ ഫലം എന്ന് പറയുക. ഇവര് പൊതുവെ ഒന്ന് വ്യാഴപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമമായിരിക്കും. വിഷ്ണുദേവനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഉത്തമമായിരിക്കും. മഞ്ഞ വസ്ത്രം ധരിക്കുന്ന ഉത്തമമായിരിക്കും. വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുന്ന ഉത്തമമായിരിക്കും. എങ്ങനെ വ്രതം എടുക്കാം എന്നറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ് കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക, ആർക്കും ദോഷഫലങ്ങളെ അല്ലെങ്കിൽ ദോഷം ചിന്തിക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുലാം രാശിക്കാരുടെ കാര്യം ഓക്കെയാണ്. വൃശ്ചിക രാശിക്കാർക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ വൃശ്ചികം എന്ന് പറയുന്ന ഇവർക്ക് എന്താണ്, കാരുണ്യ ദൃഷ്ടി വരുന്ന സമയമായിരിക്കും. വ്യാഴത്തിന് നേർ ദൃഷ്ടി വരികയാണ്. ഏഴിലേക്ക് എന്താണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പൊ വൃശ്ചിക രാശിയിലേക്ക് എന്താണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ 6ൽ നിന്ന് വ്യാഴം 7ലേക്ക് മാറുകയും അതേപോലെ തന്നെ 2, 5 ഭാവത്തിനാണ് ഇവിടെ വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാഴം എന്താണ് ചെയ്തേക്കണേ, 7ാം ഭാവത്തിൽ നിൽക്കുകയും 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വൃശ്ചികം, കന്നി, മകരം രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പൊ നേരെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കൂടുക, നമുക്ക് നല്ലൊരു അനുകൂലമായ അവസ്ഥ, കാലാവസ്ഥ ഉണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് ധനസംബന്ധമായിട്ടുള്ള നേട്ടം, പുരോഗതികൾ, നമ്മൾ പുതിയൊരു ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയെങ്കിൽ അതിന് പുരോഗതികൾ ഉണ്ടാകുക. ഇത്ര നാളെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല സാമ്പത്തികമായ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് എത്താനും, ധനപരമായിട്ട് പലയിടത്തും ധനം ബ്ലോക്കായി കിടന്ന് ആ ധനമൊക്കെ നമുക്ക് കിട്ടാനൊക്കെ യോഗം വരികയും ഒക്കെ ഉള്ള സമയമാണ്. കടങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയം. തൊഴിൽ സംബന്ധം നോക്കുകയെങ്കിൽ നമുക്ക് ഗുണപരമായിട്ടുള്ള നേട്ടം, തൊഴിൽ നേട്ടം ഒക്കെ പറയുന്ന സമയം. ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയെങ്കിൽ പുരോഗതിയിലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ്. ഇവരുടെ വിവാഹ സംബന്ധമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മൈൻഡ് ചേഞ്ച് വരുത്തി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ്. അതുപോലെ തന്നെ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് നടക്കാൻ സാധിക്കും. കടങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സമയമായിരിക്കും. പ്രശ്നങ്ങളൊക്കെ പൊതുവെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു വരികയും കുടുംബ അന്തരീക്ഷങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്.
സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന ഒരു സമയമാണ് പൊതുവെ കേട്ടോ. സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുകയും സഹോദരങ്ങൾക്ക് സഹായം ചെയ്യാനൊക്കെ സാധിക്കുന്ന പൊതുവെ സ്നേഹം നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പുരോഗതിയൊക്കെ ഉണ്ടാകാൻ സാധിക്കും. പൊതുവെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. എന്നാൽ ശ്രമിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായി നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ, നമുക്കൊരു അനുകൂലമായ സാഹചര്യങ്ങൾ, നമുക്ക് അനുകൂലമായ ആളുകളൊക്കെ വന്ന് ഒത്തൊരുങ്ങി വരികയാണ്. തൊഴിൽ സംബന്ധമായിട്ട് പ്രൊമോഷൻസ് വരാനും സാലറി ഹൈക്ക് വരാനൊക്കെ സാധ്യതകളാണ്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനൊക്കെ സാധ്യത ഏറിയ സമയമാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. വളരെ കാലമായി നടക്കണം എനിക്ക് നടത്തി കിട്ടണം, എനിക്ക് ഇത് കിട്ടുവാനെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമാവുകയും, ഇപ്പം നമുക്ക് ഒത്തിരി കാലമുണ്ട്, ദീർഘകാലം ഉണ്ടായിരുന്ന സ്വപ്നം എന്താണ് സാക്ഷാത്കരിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സിന്റെ ഡിസിഷൻസ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ വൃശ്ചിക രാശിക്കാർക്ക്, വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് അനുഭവത്തിൽ വരിക എന്ന് പറയുക. അപ്പൊ പൊതുവെ എന്താണ്, നമുക്ക് അനുകൂലമായ സമയമാണ് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ധനുരാശിയെ സംബന്ധിച്ചോളം എന്താണ്, 1, 4 ഭാവത്തിനായ വ്യാഴം 5-ൽ നിന്നും 6-ലേക്ക് മാറുകയാണ്. അപ്പൊ ഇത്രകാലം അനുകൂലമായിരുന്ന വ്യാഴം എന്താണ്, കുറച്ച് മോശമായ അവസ്ഥയിലേക്ക്. ശനി ഇവർക്ക് 3-ലും, രാഹുകേതുക്കൾക്ക് കുഴപ്പമില്ല, നല്ല പൊസിഷനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ വ്യാഴം 6-ലേക്ക് മാറുമ്പോൾ ഇത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വ്യാഴം എന്ന് പറയുന്ന രാശി അധിപനാണ്. അപ്പൊ രാശി അധിപൻ ലഗ്നാധിപനൊക്കെ എവിടെ നിന്നാലും എന്താണ്, ആക്റ്റീവായിട്ട് ഫലത്തിൽ നൽകുന്നവരാണ്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യണ്ട, 2, 10, 12 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുമുണ്ട്. പക്ഷെ ഇവരെ എന്താണ്, ശത്രുക്കള്, പ്രശ്നങ്ങള്, അനാവശ്യമായ ചെലവുകള്, പ്രശ്നങ്ങള്, സാമ്പത്തികമായ തടസ്സങ്ങൾ, ഇതൊന്നും വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തമമായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾക്ക് നമ്മൾ അനാവശ്യമായ സംസാരം കുറയ്ക്കുക, അനാവശ്യമായ കർമ്മമണ്ഡലത്തിൽ നമ്മൾ ചുമ്മാ കുശുമ്പ് കാണിക്കാതിരിക്കുക, ഈഗോ വർക്കൗട്ട് ആക്കാതിരിക്കുക, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ബാലൻസ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ അതായത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ധനുരാശിയെ സംബന്ധിച്ചാലും ഇത്ര നാൾ ഒരു പൊതുവെ കുഴപ്പമില്ലാതെ നല്ല സിറ്റുവേഷനാണ്. പക്ഷെ ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് വരാം. കാരണം ഇത്ര നാളും 5-ൽ നിന്ന് വ്യാഴത്തെ നോക്കുമ്പോൾ ഇനി 6-ലേക്കാണ്. അപ്പൊ അതനുസരിച്ചുള്ള എന്താണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പം ഇവരൊക്കെ ഏറശനിയൊക്കെ മാറി എന്നൊരു അവസ്ഥയായിരുന്നു അല്ലേ. ഏറശനിയൊക്കെ മാറി ഇവർക്കൊന്ന് ജീവിതത്തിലേക്ക് നല്ല രീതിയിലൊരു ആശയമൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ, അത് യോഗ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇമോഷൻ നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ആ കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പ്രോപ്പർ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകല്ല, നിങ്ങൾക്കത് ചതി പറ്റാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒന്നിനും മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ട. ജോലിയിലായാലും ബിസിനസ്സിലായാലും ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഉത്തമം. പുതിയ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതുപോലെ ഇനി പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അതൊന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചാൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷം മാത്രം പോവുക. നല്ല നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് തന്നെ അഡ്വൈസുകൾ സ്വീകരിക്കുക കേട്ടോ. സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ അഡ്വൈസ് സ്വീകരിക്കേണ്ട. അല്ല, അതിന്റെ എക്സ്പേർട്ടാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. എന്താണ് അതിലെന്താ, ആരാണ് എക്സ്പേർട്ട്, അതിലേക്ക് ഇറങ്ങുക. എന്നിട്ട് എക്സ്പേർട്ട് സ്വീകരിച്ച ശേഷം, അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കും കേട്ടോ. കൃത്യമായ ചികിത്സയൊക്കെ നമുക്ക് അതിന് ലഭിക്കും. കുടുംബത്തിലായാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും. ചില ചെലവുകളൊക്കെ വർദ്ധിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അനാവശ്യമായ ചെലവുകളൊക്കെ ഒന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കൊണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെന്നല്ല, മറ്റുള്ള ഡിഗ്രി എന്ന രീതിയിലും നിങ്ങൾ പെരുമാറിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വാക്ക് സംബന്ധമായിട്ടും ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരരാശി ഇവർക്ക് ഇത്ര നാളും വ്യാഴം എന്ന് പറയുന്നത് 4-ലായിരുന്നു. മകരരാശിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ച് നാളത്തെ കാത്തിരിപ്പാണ് എന്താ വ്യാഴ മാറ്റം കൊണ്ട് വരാൻ പോവുക. മകരത്തിന് കുറച്ചു കാലമായിട്ട് ഏഴരശനിയായിരുന്നു. ഇപ്പം ഏഴരശനി തീരാൻ പോവുകയാണ് അല്ലെ. ഏഴരശനി മാറാൻ പോവാണ്. രാഹുകേതുക്കൾക്ക് ഫേവർ ആണ്. വ്യാഴപ്പതി 4-ൽ നിന്നും 5-ാം സ്ഥാനത്തിലേക്ക് വന്നു. അപ്പം അതിൻ്റെ ആയ ഭാഗ്യങ്ങള്, വർഷങ്ങളുടെ കാത്തിരിപ്പാണ് സത്യം പറഞ്ഞാൽ മകരരാശിയെ സംബന്ധിച്ചോളം.
ഈ ഒരു രാശിമാറ്റത്തെ വരുമ്പോൾ. അപ്പം ഈ ഏഴരശനി മാറുമ്പോൾ, അല്ലെങ്കിൽ ഈ ഏഴരശനി തീരാനായപ്പോൾ തന്നെ ഏഴരശനി മാറിക്കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഗുരുവിടെ ദൃഷ്ടി. ഇപ്പം ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്ന 5ാം ഭാവത്തിൽ വന്നെങ്കിൽ പോലും എന്താണ്, ഗുരു നേരെ ദൃഷ്ടി ചെയ്യാനുണ്ട് അല്ലേ? നേരെ ദൃഷ്ടി തന്നെ മകരം രാശിയിലേക്ക് വരുന്നുണ്ട്. സോ ഇവർക്ക് പൊതുവെ ചിന്ത, മനസ്സ്, അതുപോലെ തന്നെ ബുദ്ധി, അറിവ്, ഇതൊക്കെ ഒന്ന് എൻഹാൻസ് ആവുക, ഒന്ന് തെളിഞ്ഞു കിട്ടുക, ഒരു എനർജറ്റിക് ആവുക, മൈൻഡ് റീഫ്രഷ്മെന്റ് ആവുക, അതൊരു സിറ്റുവേഷനിലേക്കായിരിക്കും. പൊതുവെ ഒരു അനുകൂലമായ സാഹചര്യമാണ്. പൊതുവെ എന്താണ്, നമുക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങി വരിക. ശനി ഇവർക്ക് 2ലാണ് നിൽക്കുന്നത്. രാഹു ഇവർക്ക് ഇപ്പോൾ ഓൾറെഡി ഫേവറാണ് പറഞ്ഞല്ലോ. ഇവർക്ക് ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടും, അവസരങ്ങൾ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അവസരങ്ങളുണ്ട് അല്ലെ? അപ്പൊ പലതരത്തിലുള്ള അവസരങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. സന്താന ഭാഗ്യം പറയുന്ന അവസരം, നമുക്ക് ജോബിനായാലും തൊഴിലിനായാലും നല്ല അനുകൂലമായ തൊഴിൽ ലഭിക്കുക, തൊഴിൽ നേട്ടം, തൊഴിൽ പുരോഗതികള്, ധനസംബന്ധമായ നേട്ടം. നമുക്ക് നല്ലൊരു സമയമാണ്, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ്. സന്തോഷങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കുറയും. കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പയ്യെ കുറഞ്ഞു. വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുറഞ്ഞ കുറച്ചുകൂടി ജീവിതം സന്തോഷകരമായി നയിക്കാൻ സാധിക്കും. സന്താനങ്ങളൊക്കെ ഇല്ലാതെ വളരെ കാലമായി ദുഃഖിച്ചു നിന്ന ദമ്പതിമാര്, അവർക്കൊരു സന്തോഷം കിട്ടുകയും അവരുടെ സന്തോഷത്തിൽ കൂടെ അവരുടെ കുടുംബാംഗങ്ങൾ സന്തോഷിക്കുകയും സന്താന ഭാഗത്തിനൊക്കെ പറയുന്ന സമയമാണ്. അതുപോലെ നമുക്കുണ്ടാകുന്ന ദുഷ്പേര്, അപകീർത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമുക്ക് തുടച്ചു മാറ്റി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് തന്നെ നമ്മളെ കുറിച്ച് ഗുണം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനൊക്കെ പറ്റും. ലാഭത്തിലേക്ക് നമുക്ക് ജീവിതത്തിൽ നയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൊതുവെ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആ ഒരു അഭിപ്രായം, ഇതൊക്കെ ഒന്ന് മാറി നല്ല എനർജറ്റിക് ആയി നമുക്ക് ആ ഉണ്ടായിരുന്ന മടി, ക്ഷീണം, ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയും ശ്രമിച്ചു. ആ ശ്രമത്തിന് കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ എന്താണോ ശ്രമിച്ചത് അതിന് കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടി. നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പഠനം, മികവ്, ഓർമ്മശക്തി ഒക്കെ പറയുന്ന സമയമാണ്. പൊതുവേ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് വരിക എന്ന് പറയുക. ഇവരെന്ന് പറയുന്നത് 12ാം 3ാം ഭാവാധിപനാണ് അവിടെ വ്യാഴം എന്ന് പറയുക. ആ വ്യാഴമാണ് 5ലേക്ക് പോയിക്കണേ. മകരരാശി സംബന്ധിച്ചോളം 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും, അതേപോലെ തന്നെ ജന്മത്തിലേക്കും, അതേപോലെ തന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലേക്കുമാണ് ദൃഷ്ടിയുള്ളത്. ആ ഒരു കാത്തിരിപ്പിലാണ് കൃത്യമായ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ നയിക്കാൻ സാധിക്കും. പല നാളായിരുന്നുള്ള കാത്തിരിപ്പ്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നമുക്കൊരു സന്തോഷ നിമിഷമാണല്ലേ. നമ്മളെ പല കാലത്തെ ആഗ്രഹം സാധിച്ചെടുക്കുന്നത് നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. പലതരത്തിലുള്ള അനുഭവങ്ങള്, നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ച സാമ്പത്തികം, അത് വലിയ കാലത്ത് ഉപയോഗിക്കാതെ നമുക്ക് പുതിയ സാമ്പത്തികം ലഭിക്കാം. തൊഴിൽ സംബന്ധമായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, തൊഴിലില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഇത്ര നാൾ തൊഴിലെങ്കിലും അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു തൊഴിൽ ലഭിക്കുക, അതിനൊക്കെ യോഗമുള്ള സമയമാണ്. ഒരു തൊഴിലില്ലെങ്കിൽ പോലും ഒരു തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയം, തന്റെ പഠനത്തിന് അനുകൃതമായിട്ടുള്ള തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. പൊതുവെ നല്ലൊരു സമയമാണ് മകരരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് അനുഭവത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ കുംഭരാശി, അതായത് കുംഭക്കൂറ്, കുംഭകാരക്കാരെ സംബന്ധിച്ച നോക്കുകയാണെങ്കിൽ 11-2 ഭാവാധിപനായ വ്യാഴം 3ൽ നിന്ന് 4ലേക്ക് പോവുകയാണ്. അപ്പൊ ഇവർക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. മോശമാണെന്ന് വെച്ചാൽ അത്ര മോശമല്ല. എന്തായാലും 3 വ്യാഴം ചെയ്ത ഫലത്തെയും കഴിഞ്ഞും എന്താണ്, അനുകൂലമായ സമയമാണ്. ഇത് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം ഈ വ്യാഴമാറ്റം എന്ന് പറയുന്ന. ഇവരുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ സാധിക്കും. ഇവർക്ക് ജന്മശനിയാണ്. അതേപോലെ 2-8 എന്നുള്ള രാഹു കേതുക്കൾ നിൽക്കുക. അപ്പം കേതു ചെയ്യുന്ന ആ ഒരു ദോഷഫലങ്ങളൊക്കെ എന്ത് ചെയ്യും, വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള പ്രഷർ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. അതിനൊക്കെ ഒരു ഇത്ര നാളുണ്ടായിരുന്നെന്ന് നോക്കുമ്പോൾ ഒന്ന് കുറയ്ക്കും. ഓക്കെ, ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പോലും ഇത്ര നാളും ഉണ്ടായിരുന്ന പണസംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ നിന്നും കുറച്ച് ഒരു റിലാക്സേഷൻ ലഭിക്കും. തൊഴിലാണെന്നുള്ളവർക്ക് ചെറിയ തരത്തിലുള്ള തൊഴിലാണ് ലഭിക്കും. എന്നാൽ കൃത്യമായി തന്റെ പഠനത്തിന് ഒത്ത തൊഴിലാണ് ലഭിക്കുന്നത് ചോദിച്ചാൽ അല്ല, നമ്മൾ അർഹതപ്പെട്ടെങ്കിൽ കുറച്ച് കുറവായിട്ടുള്ള തൊഴിലായിരിക്കും നമുക്ക് ലഭിക്കുക. എങ്കിൽ പോലും ആ സ്ഥലത്ത് ഭയങ്കരമായിട്ടൊരു പ്രഷർ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്തായാലും കുറഞ്ഞു കിട്ടും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് റിലാക്സേഷൻ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു
തൊഴിലിലൊക്കെ നമുക്കൊരു മുന്നേറ്റം നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊഴിലൊക്കെ മുന്നേറ്റം നമുക്ക് കഴിയും. നല്ല അവസരങ്ങൾ നമുക്ക് ഉണ്ടായി കിട്ടും. വാഹനം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉത്തമമായ സമയമാണ്. ഭവനത്തെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നതിന് ഉത്തമമായ സമയമാണ്. നമുക്ക് പക്ഷേ എന്താണ് ഒരു ബിസിനസ്, പുതിയൊരു ബിസിനസ് ഞാൻ തുടങ്ങിയേക്കാം. കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുപേര് പൈസ തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അതിനൊന്നും ഇപ്പൊ നിൽക്കണ്ട. ബിസിനസ് സ്റ്റാർട്ട് ആക്കാൻ നമുക്ക് ഈ 1 വർഷം കഴിയട്ടെ. ഓക്കെ, ഈ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഇപ്പം കുമ്പക്കൂടുകാര് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് അത്ര അനുകൂലമായ ഒരു സമയമല്ല. ഓക്കെ, ഇപ്പൊ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുക. ഇനി കുറച്ചുപേരെ ഞാൻ പൈസ ഇട്ടോളാം, നമുക്ക് ഒരു ബിസിനസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. പക്ഷെ പലരും ചിലപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാം. എടാ ഇത് ചെയ്യാം, അതിനെ ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് ചെയ്യാം, ഇന്ന ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, മറ്റേത് ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറയാം. നിങ്ങൾ അതിപ്പോ പോയി ചേരണ്ട. ഈ ഒരു സമയം കൊണ്ട് അത്ര നല്ല. ചിലപ്പോൾ നിങ്ങൾ കൂടിയില്ല, ആ ബിസിനസ് ചിലപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും, ഞാനൊന്ന് കൂടിയായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ചിന്തിക്കണ്ട, നിങ്ങൾ കൂടിയെങ്കിൽ അത്ര കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പൊ ജാതകത്തിലെ വ്യാഴത്തിന്റെ പൊസിഷനും പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങളും നമ്മുടെ ജാതകത്തിലെ ടൈമിങ്ങും ദശയൊക്കെ നോക്കി പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങണം എന്ന് നിർബന്ധമുള്ളവർ അങ്ങനെ ഇറങ്ങണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് പലതായിട്ട് ഉണ്ടായിരുന്ന ഒരു ശത്രുത, ആളുകൾക്ക് ഉണ്ടായിരുന്ന ശത്രുത, അതൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് നമുക്ക് ശത്രുക്കൾ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാനമാറ്റത്തിനൊക്കെ സമയമാണ്. നമ്മുടെ എന്താണ് ഈ തൊഴിലിന് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ബിസിനസ്സിനൊക്കെ ചെറിയ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും, വ്യായാമം ചെയ്യും. തൊഴിൽ നഷ്ടമാവേണ്ട ചാൻസിൽ നിന്ന് ആ തൊഴിൽ നഷ്ടമാവാതെ എന്ത് ചെയ്യും, വ്യായാമം കാത്തു സൂക്ഷിക്കും. പൊതുവെ എന്താണ് 8 കേതു ചെയ്യുന്ന ദോഷഫലത്തിന്റെ കാഠിന്യം എന്ത് ചെയ്യും, വ്യായാമം കുറച്ച് തരും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ ഈ കുംഭരാശിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള കാലത്തിലേക്ക് അത്ര വിശദമായിട്ട് ബാധിക്കുകയോ അങ്ങനെയൊന്നും കടക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കുംഭക്കൂടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുക. മീനരാശിക്കാർക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ മീനരാശിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ മീനക്കൂറുകാർക്ക് എന്ന് പറയുമ്പം 10ാം ഭാവത്തിനും ആണ് വ്യാഴം അല്ലെ. 10 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക. ആ വ്യാഴം 2-ൽ നിന്നും 3-ലേക്കാണ് പോയിരിക്കണേ അല്ലെ. മീനത്തിന്റെ അധിപതിയാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. മീനരാശിക്ക് 7-ല് ഇന്നുണ്ട് കേതുണ്ട്, മീനത്തിൽ തന്നെ രാഹുവുണ്ട്, 12-ൽ ശനി നിൽപ്പുണ്ട്. അപ്പൊ അടുത്തൊരു വർഷം എന്ന് പറയുന്ന അല്ലെ 2024 മെയ് 1 മുതൽ 2025 വരെ ഉള്ള സമയത്ത് ഈ ഏഴരശനി ഒരു സൈഡിലുണ്ട് അല്ലെ. ഏഴരശനി ഒരു സമയത്ത് വളരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനാവശ്യമായ ചെലവുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി മനസ്സിനൊരു അസ്വസ്ഥത, ദുഃഖം, വിഷമം, വേദനകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ രാഹു നമ്മുടെ ഫസ്റ്റ് ഹൗസിൽ നിന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇറങ്ങണോ വേണ്ട, അവനാണ് ഇവനാണോ നല്ലത്, അല്ല അവനാണ് ഇവനാണോ നല്ലത്, അല്ല അവന്റെ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യാനായിരിക്കും മറ്റു ബിസിനസ് ചെയ്യാനായിരിക്കും നല്ലത്, ആര് പറയുന്നതായിരിക്കും ശരി. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, നമ്മളെ കൺഫ്യൂഷൻ വലയത്തിലാക്കൂലേ രാഹു. അതേപോലെ തന്നെ വ്യാഴം 3-ൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബലത്തെ ഇല്ലാതെയാക്കുക, ബലം കുറയ്ക്കുക, ധൈര്യം കുറയ്ക്കുക, നമ്മുടെ ആ കംഫോർട്ട് സോണ് നമ്മൾ കുറയ്ക്കുക, കംഫോർട്ടായിരുന്ന ആളുകളിൽ നമ്മളിൽ നിന്ന് മാറ്റുക, നമ്മുടെ ജോലി നഷ്ടമാക്കുക, അല്ലെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തുക, ചെലവ് അമിതമാക്കുക, പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കുക. പക്ഷെ ആ ഡിസിഷൻ എപ്പോഴും നമുക്ക് ശരിയായെന്ന് വന്നേക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ ചിന്തിച്ച ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. എപ്പോഴും ജാഗ്രത ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. ചതി പറ്റാൻ സാധ്യത കൂടുതലാണ്. അറിയില്ലാത്ത ആളുകളുടെ പുറത്താണ് പോകാതിരിക്കുക, ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കുക അറിയില്ലാത്ത ആളുകളുടെ കൂടെ. അതേപോലെ തന്നെ നമ്മൾ പറയാമെങ്കിൽ മീനത്തെ സംബന്ധിച്ച് പണസംബന്ധമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ആയിട്ട് ലോണൊന്നും എടുക്കാതിരിക്കുക, പെട്ടെന്ന് ഭയങ്കര അമിതമായ ലോണൊന്നും എടുക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കൽ വാങ്ങുകൾ കുറയ്ക്കുക, കൊടുക്കുന്നത് കുറയ്ക്കുക, കൊടുത്തൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക, കൊടുത്ത പൈസയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. നീ കൂടുതലായിട്ട് കൊടുക്കാനൊന്നും പോകണ്ട. സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്ത് വേണ്ട എന്നുള്ളതെങ്കിൽ കൊടുത്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ സേവ് ചെയ്ത പണമൊക്കെ ഉണ്ടല്ലോ, അത് സേവ് ചെയ്ത് തന്നെ വെക്കാൻ സൂക്ഷിക്കുക. അത് ഇറക്കി പല അവസരങ്ങൾ നമുക്ക് വന്നേക്കും ആ പണം ഒന്ന് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഒന്നും ഇറക്കാതിരിക്കാൻ പ്രത്യേകിക്കുക. പണത്തെ സൂക്ഷിക്കാൻ പഠിക്കുക.
അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുടുംബത്തിലെ ആളുകൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോൾ സ്വന്തം അച്ഛനമ്മയ്ക്ക് പോലും നമ്മൾ മനസ്സിലായി, ചിലപ്പോൾ സ്വന്തം മക്കൾക്ക് നമ്മളെ മനസ്സിലായെന്ന് വരില്ല. എന്തും നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊന്നും നിങ്ങൾ ഈ ഒരു വർഷക്കാലത്തേക്ക് ചിന്തിക്കേണ്ട. നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൃത്യമായ അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുസരിച്ച് നല്ല പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം പോവാം. ആരെയും കണ്ണും പോട്ട് വിശ്വസിക്കേണ്ട, അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പാർട്ണറിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ലഭിക്കുകയും അച്ഛന് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും. അങ്ങോട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പോകാൻ പറ്റുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ആളുകൾ പുകഴ്ത്തുക, നമുക്ക് നല്ല പേര് പ്രശസ്തി അതൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആൾക്കാർ ഒരിക്കലും അവനെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും കാണില്ല, പക്ഷെ അവര് മറ്റുള്ളവരുടെ അവന് നല്ല രീതിയിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ അവൻ നല്ലതാണ്, നല്ല പഠിപ്പിയാണ്, ആ ഒരു രീതിയിലേക്കൊക്കെ ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ ലാഭങ്ങളൊക്കെ കിട്ടും, നല്ല അനുകൂലമായ സമയമാണ്. പൊതുവെ ഇത്ര കാലം. പക്ഷെ ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം മീനക്കൂടുകാരെ നോക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. സോ മെഡിറ്റേഷനോ യോഗ പരിശീലനം ഉത്തമമായിരിക്കും. ചതി പറ്റാൻ സാധ്യതയുണ്ട്, അപ്പൊ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പണ ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക, പണം കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹ്യൂജ് ആയിട്ട് ലോൺ എടുക്കാതിരിക്കുക. അതേപോലെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക. ഇത്ര കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചിന്തിക്കുക. ഇത്രയൊക്കെയാണ് മീനത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീനം മുതൽ മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത്. പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് റിപ്ലൈ നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താഴെ കമന്റ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ. നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ, പേരും നക്ഷത്രവും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യുക.